ചക്കക്കുരു പച്ചമാങ്ങ ഇട്ടൊരു കറി ആയാലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല ചെമ്മീൻ കിട്ടിയപ്പോൾ നല്ല കറി വെച്ചാലോ എന്ന് ചിന്ത വന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ വയ്ക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഉലുവയും ഒന്ന് പൊട്ടിക്കാം. കടുക് ഉലുവയും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള തക്കാളിയും ഉള്ളിയൊക്കെ അരിഞ്ഞു വെക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കും. ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടുന്നവരെ ഇളക്കിയിട്ട് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും 2 പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളക് ഒരു തക്കാളിയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റാം. പച്ചമാങ്ങ ഒന്ന് വെന്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. നമുക്കതിലേക്ക് മുളക് പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചക്കക്കുരു മുരിങ്ങക്കോലും ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടി, അതായത് 1 സ്പൂണുള്ള മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇതിലേക്ക് ചെമ്മീനും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കി നമുക്കിതിനാവശ്യമായ മുളക് നമ്മൾ തേങ്ങയിലിട്ട് അരക്കുന്നതാണ്. അപ്പം നമുക്ക് ഇത് ചെമ്മീനൊന്ന് ഇതിൽ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഓക്കെ, മുളകും ചെമ്മീനിലെല്ലാം മുളക് ഒരുപോലെ ആയ ശേഷം ഇനി നമുക്കിതിന് വേണ്ട തേങ്ങ എടുക്കാം. തേങ്ങ ചിരവി ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് നമുക്ക് അരയ്ക്കാം. നമ്മിതിലേക്ക് ഏകദേശം ഒരു അരമുറി തേങ്ങയോളം നമ്മൾ ചിരവി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കറിക്ക് ആവശ്യമായ തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. കുറച്ച് ജീരകവും 1 സ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ കറിയിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടാവും. ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ചെമ്മീൻ ഒരു 5 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ നല്ല മഷി പോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ടല്ലേ. നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം കൂടി അരച്ച ജ്യൂസിലേക്ക്